പാർത്ത നല്ല ലൈംഗിക ബന്ധത്തിന് നല്ല കട്ടിലുകളും വേണം. അതെ, അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എവിടെയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്. കട്ടിൽ നിർബന്ധമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ നല്ല കട്ടിലുകൾ, നല്ല കിടക്ക, തലയണ ഇതൊക്കെ ചൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. തീർച്ചയായും. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ലൈംഗിക ബന്ധത്തിനിടെ കട്ടിലൊടിഞ്ഞുപോയി, കേസെടുത്തിരിക്കുകയാണ് കോടതി. എന്താണ് സംഭവം? ഇത് കേൾക്കുമ്പോൾ അതായത് ലൈംഗിക ബന്ധത്തിനിടെ കട്ടിലൊടിഞ്ഞാൽ എന്തിനാണ് കോടതി കേസെടുക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. പക്ഷേ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന, വളരെ ചൂട് പിടിച്ച ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംഭവം സിഡ്നിയിലാണ്. സിഡ്നിയിൽ ഒരു വലിയ വീട്ടിൽ, ഒരു ധനികയായ സ്ത്രീയുടെ വീട്ടിൽ, അവരുടെ പേര് ആസ്ട്രേലിയ നിക്കോൾ എന്നാണ്. ആസ്ട്രേലിയ നിക്കോൾ എന്ന് പറയുന്ന ധനികയായ സ്ത്രീ അവരുടെ പാർട്ട്ണറുമൊത്ത് ഒരു നമ്മുടെ ട്രിപ്പ് പോവുകയാണ്, ഒരു ഉല്ലാസയാത്ര പോവുകയാണ്. അങ്ങനെ ആ ഉല്ലാസയാത്ര പോയ സമയത്ത് ഇവർ വീട് ഏൽപ്പിച്ചത് മകളെയാണ്. മകളെ നോക്കാൻ വേണ്ടി മകളോട് പറഞ്ഞു വീടൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ അമ്മയാണ്. അതെ, ഈ മകളാണ്. ഈ സ്ത്രീ അമ്മയാണ്. ഈ സ്ത്രീ മകളോടാണ് പറഞ്ഞത് വീട് നോക്കണം, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മകളുടെ പേര് റയാണ എന്നാണ് പേര്. റയാണ. എനിക്ക് തോന്നുന്നു 19 വയസ്സായിട്ടേ ഉള്ളൂ. അതെ, 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ റയാണയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളിലപ്പം ഇവർ പറഞ്ഞത് നീ പിന്നെ എന്താണ്, ഞാൻ റയാന സാധാരണ വീട്ടിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ്. അതെ, വീട്ടിലേക്ക് വരുന്നതാണ്. പിന്നെ അവധി ആഘോഷിക്കാനും മറ്റ് അവധി ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. റയാനയ്ക്ക് ഒരു കാമുകൻ കൂടിയുണ്ട്. അതെ, കാമുകനുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ വീട്ടിൽ, അതായത് അവരുടെ വീട്ടിൽ അവർക്ക് വലിയൊരു അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു മനോഹരമായ കട്ടിലുണ്ട്. വളരെ വില കൂടിയ മെത്തകളും വില കൂടിയ തടികളൊക്കെ ഉപയോഗിച്ചുള്ളൊരു മനോഹരമായ കട്ടിലുണ്ട്. ആ കട്ടിൽ വേണമെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയാണല്ലോ, നമ്മൾ നോർമലി മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പറയുമല്ലോ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് സാധാരണ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വരുന്നതാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ഈ റൂം, ഈ കട്ടിലൊക്കെ നേരത്തെ വന്നിരിക്കുന്ന പ്രവണതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായിട്ടുള്ള കട്ടില്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നല്ല തടികളും ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കട്ടില് വേറെ ആരും ഉപയോഗിക്കരുത് എന്ന് ഈ അമ്മയ്ക്ക് വളരെ കടുത്ത നിലപാടും നിർബന്ധവും ഉണ്ട്. അതുകൊണ്ടാണ് മകളെ പ്രത്യേകം ഏൽപ്പിച്ചിട്ട് പോയത്. വേറെ ആരും ഇത് ഉപയോഗിക്കാൻ പാടില്ല, വേണമെങ്കിൽ നീ മാത്രം ഉപയോഗിച്ചുള്ളൂ എന്നാണ് ഈ അമ്മ പറഞ്ഞത്. വളരെ വില കൂടിയ കട്ടിലാണ്, വില കൂടിയ തുണികളാണ്. അപ്പം അതിൻ്റെ വിരിയൊക്കെ വളരെ വില കൂടിയതാണ്. അങ്ങനെ ഇവർ പോയി വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കട്ടിൽ പൊട്ടി തകർന്ന് കിടക്കുന്നു. അതായത് കട്ടിലിന് ഒരു കാല് പൊട്ടി തകർന്ന് കട്ടിൽ നശിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാര്യങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കൊടുത്തിരുന്നത്. അതായത് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ കാമുകനും ഈ കുട്ടിയും വീട്ടിൽ, അതായത് ഈ അമ്മ പോയ സമയത്ത് വീട്ടിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സമയത്ത് ആ കട്ടിൽ പൊട്ടിപ്പോയി. ഇത്രയും വിലപിടിപ്പുള്ള ആ കട്ടിൽ ഇത്രയും ക്ലിയറായി, അതായത് ഇത്രയും ലൈംഗിക ബന്ധത്തിനൊക്കെ കട്ടിൽ പൊട്ടിപ്പോവാന്ന് പറഞ്ഞാലേ അതല്ല, എന്താ സംഭവം എന്നറിയോ? അത് ഞാൻ ആലോചിച്ചത്, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കട്ടിൽ എങ്ങനെയാണ്, പിന്നെ അതായത് വില കൂടിയ കട്ടിലാണല്ലോ, അത് ഗൗതം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത് പൊട്ടിയത് എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അത് പൊട്ടി. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചിന് ഭയങ്കര വലിയ ഭാരം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതെ, ഭാരമുണ്ട്, നല്ല ഭാരമുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭാരം ഉള്ളത് കൊണ്ട് തന്നെ ഈ കട്ടിൽ പൊട്ടിയപ്പോൾ പിന്നെ ഇതിൽ ഈ കുട്ടി വലിയ കുറ്റബോധമൊന്നും പ്രകടിപ്പിച്ചില്ല. അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ താൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കൊണ്ട് നടക്കുന്ന തൻ്റെ വളരെ വിലപിടിപ്പുള്ള തൻ്റെ കട്ടിൽ പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് യാതൊരു മര്യാദയും ഇല്ലാതെ തന്നോട് പെരുമാറുന്നത് കണ്ടിട്ട് ഒരു തരത്തിലുള്ള കുറ്റബോധം ഇല്ല എന്നുള്ളത്. അതെ, കുറ്റബോധം ഈ അമ്മയെ വല്ലാതെ ചൊടിപ്പിച്ചത്. കാരണം ഒരുപക്ഷെ ഈ അമ്മയ്ക്ക് ഈ കട്ടില് സമ്മാനിച്ചത്, അല്ലെങ്കിൽ അവര് ഈ ലൈംഗിക ബന്ധത്തിൽ അവരുടെ ഭർത്താവും ഒക്കെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും അതുവഴിയായിരിക്കും ഈ മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഈ കട്ടിലിനെ അത്രയും മനോഹരമായിട്ടും വളരെ ഇഷ്ടത്തോടെയും കൂടി അവർ സംരക്ഷിച്ചു വെക്കുന്നത്. ആ കട്ടിലിന്റെ കാലൊടിഞ്ഞു പോയി അല്ലെങ്കിൽ എന്തോ പൊട്ടിപ്പോയി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ നെഞ്ച് തകരും. അല്ല, ഓരോ ആളുകൾ ഓരോ വസ്തുവിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു കട്ടിലല്ലേ എന്നൊക്കെ ചിന്തിക്കും. ഓരോ ആളുകൾക്ക് ചിലപ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും അവരുടെ വളരെ അടുത്ത
അടുത്ത് അവരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പ്രൈവസിയാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. എന്തായാലും ഇവർ ഇതിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് ഏകദേശം 1600 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1,45,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 1,45,00,000. അതെ, 1,45,00,000 രൂപ. 1,45,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിച്ചതെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണ്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ സിഡ്നിയിലൊരു റിയാലിറ്റി ഷോ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ഗൗതം കേട്ടിട്ടുണ്ടാവും. ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ അവിടെ ചില കാര്യങ്ങളിൽ കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും ചില നിസ്സാര തർക്കങ്ങളൊക്കെ റിയാലിറ്റി ഷോകളിൽ കൂടി പരിഹരിക്കും. അവിടെ അത് ജഡ്ജ് കേൾക്കും. എന്നിട്ട് ആരുടെ ഭാഗത്താണോ ന്യായം ഉള്ളത് അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായി വിധി പറയും. അവിടെ പിഴയൊക്കെ വിധിക്കാറുണ്ട്. തടവ് ശിക്ഷയൊന്നുമില്ല, പിഴയൊക്കെ വിധിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു കോടതിയാണ്. അതായത് ഒരു റേഡിയോ ജോക്കി നടത്തുന്ന ട്രയൽ ബൈ കെയിൽ എന്ന് പറയുന്ന ഒരു സാൻഡി ലാൻസ് എന്ന് പറയുന്ന റേഡിയോ ജോക്കി ട്രയൽ ബൈ കെയിൽ എന്ന പേരിൽ നടത്തുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. ഈ റിയാലിറ്റി ഷോയിൽ ഇവർ പോയിട്ട് പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തപ്പോൾ ഈ അമ്മയും മകളെയും വിളിച്ചു. അമ്മ പോയി. അപ്പം ഈ കെയിൽ ജഡ്ജ് ഇവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സ്വകാര്യ കാര്യത്തിന് താങ്കളുടെ സ്വന്തം കട്ടിൽ ഉപയോഗിക്കാതിരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഈ കുട്ടി മറുപടി പറഞ്ഞത് വളരെ രസകരമാണ്. അതെ, മറുപടി പറഞ്ഞത് ഞാനും കാമുകനും കൂടി ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മറ്റു മുറികളിൽ അല്ലെങ്കിൽ മറ്റ് ഒഴിവുള്ള കട്ടിലുകളൊക്കെ അന്വേഷിച്ച് നടന്നു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. പക്ഷെ അവിടെയൊക്കെ തൻ്റെ മറ്റു സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുകയും ഇരിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ തങ്ങൾക്കൊരു പ്രൈവസി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കണ്ടെത്തിയ മുറി എന്ന് പറയുന്നത് ഈ അമ്മയുടെ മുറിയാണ്, ആ കട്ടിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കട്ടിലിൽ പോയെന്നുള്ളൊരു മറുപടിയാണ് ഈ പെങ്കൊച്ച് നൽകിയിരിക്കുന്നത്. അങ്ങനെ അതാണ് കോടതിയിൽ മറുപടി കൊടുത്തത്. അപ്പോൾ ഇത് കേട്ട് കോടതിക്ക് ഒന്നും പറയാനില്ല. വേറെ എന്താണ്, ഇപ്പം പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് ആ റൂം ഉപയോഗിച്ചു. പക്ഷേ അത് പൊട്ടിച്ചു എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചതിൽ പ്രശ്നമില്ല, പക്ഷെ നിങ്ങളത് പൊട്ടിച്ചു എന്നിട്ട് അതിൽ കുറ്റബോധവും ഇല്ല എന്ന് പറയുന്ന സമയത്ത് കോടതിയും ഈ അമ്മയുടെ നിലപാടിനൊപ്പം നിന്നു. ഈ പൈസ തന്നെ പിഴയിട്ടു എന്നുള്ളതാണ്. അതായത് ഇവർ ചോദിച്ച പൈസ പിഴയിട്ടു. അങ്ങനെ ഇതിൽ പറയുന്നുണ്ട്, ഈ കുറ്റബോധമില്ലാത്ത അവസ്ഥയിൽ അമ്മയുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഗൗരവമുള്ളത് കൊണ്ട് തന്നെ 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് 1.25 ലക്ഷം രൂപയ്ക്കടുത്ത് പിഴ എഴുതുന്നുവെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ലൈംഗിക ബന്ധം ഉണ്ടാക്കി വെച്ച ഒരു കുരുക്ക് എന്ന് പറയുന്നത് വല്ലാത്ത കുരുക്കാണ്. കാരണം സ്വന്തം അമ്മ മകൾക്ക് നേരെ കേസ് കൊടുക്കുക കട്ടിൽ പൊട്ടിയതിൻ്റെ പേരിൽ എന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമാണ്. അതെ, വിചിത്രമാണ്. മാത്രമല്ല ഇതിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്, ചില പ്രൈവസികളുണ്ട്, ചില സ്വകാര്യമായ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനവർ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ചില്ലറയായിരിക്കില്ല. ആ വാല്യൂ മനസ്സിലാക്കി അതിനോടൊപ്പം അത് മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ വിവേകം മക്കളായാലും അമ്മയായാലും അച്ഛനായാലും ഒക്കെ കാണിക്കണം എന്നുള്ള കാര്യം കൂടെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇത് ഇത്തരമൊരു വിഷയത്തിൻ്റെ പുറത്ത് പരാതി കൊടുത്തതിൽ പിന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചകൾ, അതായത് ചർച്ചകളെന്ന് ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ചർച്ചയല്ല, ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിപ്പിടിച്ചിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. ഭാവിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാവാതില്ലെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കട്ടിലൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.